ഹായ് ഫ്രണ്ട്സ്, പ്രൈം അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ലക്കി ബാംബു പല രീതിയിൽ വളർത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മണ്ണിൽ വളർത്താം, വെള്ളത്തിൽ വളർത്താം. നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ചില പാത്രങ്ങളിലും ഇതുപോലുള്ള കലങ്ങളും ഒക്കെ ഉപയോഗിച്ച് ലക്കി ബാംബു വളർത്തുന്ന കുറച്ച് കാഴ്ചകളിലേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. നമുക്ക് ആ തരത്തിലുള്ള കാഴ്ചകൾ കണ്ടാലോ? പോകാം നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗശേഷം ആക്രിക്കൊക്കെ എടുത്ത് കളയുന്ന ഒരുപാട് പാത്രങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങളും അല്ലാതെ മൺകലങ്ങൾ ആക്രിക്കല്ല കളയുന്നത്, എടുത്ത് പുറത്ത് നമ്മൾ വെറുതെ കളയുന്ന ഒരുപാട് വസ്തുക്കളുണ്ടാവും. അത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീട്ടിൽ തന്നെ നല്ല രീതിയിൽ സസ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അലങ്കാര വസ്തുക്കളായി ഉപയോഗിക്കുന്നതിന് സാധ്യമാവുന്നതാണ്. അങ്ങനെ ഞാൻ ചെയ്ത ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. വീട്ടിൽ ഉപയോഗശേഷം കളയാനായിട്ട് വച്ചിരുന്ന ഒരു ജഗ്, ഈ ജഗ് കണ്ടോ? അപ്പോൾ ലക്കി ബാംബു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെടികൾ നമ്മൾ വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് ഇത് വളരെ ഭംഗിയോടുകൂടി വയ്ക്കാൻ പറ്റുന്ന ചെടികളാണ്. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് ഇൻഡോർ പോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ വില കൊടുത്ത് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും അത് വാങ്ങി ഉപയോഗിക്കാം. എന്നാൽ ഇത്തരത്തിലുള്ള നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഈ പാത്രം, ഇത് ഞാനിവിടെ ഇപ്പോൾ ഒരു ഇൻഡോർ പോട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളം തറയിലൊന്നും അല്ലെങ്കിൽ പുറത്തൊന്നും വീഴത്തില്ല. ഈ ചെടിക്ക് വേണ്ടുന്ന വായു സഞ്ചാരവും ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സാധാരണ ഒരു പോട്ടാണ്. ആ പോട്ടിനെ ഞാൻ ഇതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിനുശേഷം ഈ ജഗിന്റെ 2-3 വശങ്ങളിൽ ചെറിയ ഇത്തരത്തിലുള്ള ഹോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആവശ്യത്തിന് വായു സഞ്ചാരം ഉണ്ടാവും. ചെടിയുടെ വേര് നല്ല രീതിയിൽ ഓടുകയും ചെയ്യും. നമ്മൾ ഒഴിക്കുന്ന വെള്ളം ഇതിനകത്ത് നിൽക്കും. നമുക്ക് ഓവറായിട്ട് വെള്ളം വരുന്ന സമയം ഇതുവഴി ഡ്രെയിൻ ചെയ്ത് കളയാവുന്നതുമാണ്. അപ്പൊ ചെടികളെ ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിലൊക്കെ വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന കാര്യമാണിത്. വെറുതെ എടുത്ത് കളയുന്ന പാത്രങ്ങൾ നമുക്ക് അലങ്കാരത്തിനായിട്ട് വീട്ടിൽ തന്നെ ഉപയോഗിക്കാം. ഈ കാണുന്ന ചെടിയെല്ലാം മുൻപിലത്തെ ഒരു വീഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അന്ന് ഈ ചെടികൾ നട്ടപ്പോൾ അതിന് വേരൊന്നും വന്നിട്ടില്ലായിരുന്നു. അന്ന് ഞാൻ റീപ്ലേസ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു കാണിച്ചിരുന്നത്. ഇപ്പോൾ ചെടിയുടെ വേരെല്ലാം വന്ന് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിറച്ചു വെച്ച വെള്ളം തന്നെയാണിത്. വേറെ ഇതുവരെ വെള്ളമൊന്നും മാറ്റിയിട്ടില്ല. ഈ വെള്ളം തീരുന്ന അനുസരിച്ച് നമ്മൾ ഇതിലേക്ക് കുറച്ച് നിറച്ചു കൊടുത്താൽ മതിയാവും. മുമ്പ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോയിൽ ലക്കി ബാംബു വെള്ളത്തിൽ നടുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ആ വീഡിയോയ്ക്ക് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട്
ഇത്തരത്തിലുള്ള പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം എന്നുള്ള വിശ്വാസത്തോടു കൂടി സൈനിങ് ഓഫ്. ട്രയംഫ് അച്ചീവേഴ്സ്, എ ചാനൽ ബൈ അരുൺ. ബൈ.